ഇതാ ഇവിടെ കണ്ടോ സുഹൃത്തുക്കളെ, കാക്ടസ് ചെടികളുടെ ഒരു വമ്പൻ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാനിപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാൻ പോവാണ്. പ്രശ്നമാവോ വേണ്ട, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണി മേടിക്കാൻ പോവാണ്. ചിലപ്പോൾ ഈ മുള്ളൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഹണി കിട്ടും കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ടു ബഹ്റൈൻ ഡയറീസ്. ബഹ്റൈനിലെ നഴ്സറികളെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോസ് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്നും മറ്റൊരു നഴ്സറി ടൂറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്ലസന്റ് നഴ്സറി എന്നാണ് കേട്ടോ ഈ നഴ്സറിയുടെ പേര്. ഇതുവരെയും തന്ന സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എൻജോയ് ചെയ്തോളൂ കേട്ടോ. ഞാൻ നിങ്ങളുടെ സ്വന്തം നീതി ചേച്ചിയാണ്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള വേറൊരു നഴ്സറിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഏരിയയിൽ നിറയെ നഴ്സറി ഉണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ ചെടികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ് ഒക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. പിന്നെ ഇതൊക്കെ ചെറിയ ബോട്ടിലാക്കിയിട്ട് ചെടികൾ എങ്ങനെ വെച്ചിരിക്കുന്നതാ കേട്ടോ. ഇതൊക്കെ എന്ത് രസമാണെന്നറിയോ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ? ഞാനും ഇതൊക്കെ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. എനിക്കും ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എല്ലാവർക്കും എത്തിക്കാനായിട്ട് ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കാണുന്നതിൻ്റെ കാഴ്ചകളൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിലേക്കും എത്തിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, നല്ല ഭംഗിയായിട്ടുള്ളൊരു കല്ലിലാണ് കേട്ടോ ഇത് കൊണ്ടിരിക്കുന്നത്. ഒരു കല്ലാണ്, നല്ല ഡിസൈനിലാണ്, നല്ല രസം. ഞാൻ കാണിച്ചു തരാവേ. നല്ല രസമായിട്ടുണ്ട് അല്ലേ. പൂക്കളൊക്കെ കൊത്തി വെച്ചിരിക്കണ കണ്ടാ, കലാകാരൻ്റെ കരവിരുത്. പിന്നെ അതൊക്കെ കണ്ടോ, ഇവിടെ ധാരാളം ബൊക്കേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒറിജിനൽ പ്ലാന്റ്സ്, ഫ്ലവേഴ്സ് തന്നെയാണ്. ഇത് വലിയൊരു ഗ്രീൻ ഹൗസ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രീൻ ഹൗസ് ആണ്. ഇവിടുത്തെ ഒരു മലയാളി പയ്യനാട്ടോ, തൃശ്ശൂർകാരൻ തന്നെയാണ്. എനിക്ക് ഫുള്ള് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇത് നമ്മുടെ വാഴ തന്നെയാണ് കേട്ടോ. ഇവിടെ ചെടികൾ മാത്രമല്ല കേട്ടോ, പോട്ട്സും ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണ്. നിറയെ പോട്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിലുള്ള ഒരുപാട് പോട്ട്സ് ഉണ്ട്. വാ, നമുക്ക് ഇങ്ങനെ നടക്കാം. ഇവിടെ ദേ കണ്ടോ, കണ്ടോ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗാർഡനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു താമരക്കുളം പോലെയൊക്കെ കാണാനുണ്ട്. അതിൽ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ദാ ഇങ്ങനെ ഗാർഡനിലൊക്കെ ഇരിക്കാനായിട്ടൊക്കെ സെറ്റ് ചെയ്യില്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതും കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഈ ഒരു നഴ്സറിയിലെ കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ ദാ ഇവിടെ വലിയ കാക്ടസ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലേ ഈ നല്ല രസമുണ്ട് നല്ല രസമുണ്ടെന്ന്. നിങ്ങൾക്കത് കേട്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ് ഫോർ ദാറ്റ്. ഒരു മാനല്ല, ഒരു മീനിനെ ഉണ്ടാക്കി വെച്ചിട്ട് നോക്കിയ മീനല്ല, ഇതെന്താ ഈ സാധനം? ഡോൾഫിൻ. അതാ അവിടെ ഇങ്ങനെ പെബിൾസൊക്കെ വെച്ചിട്ട് ഗാർഡനൊക്കെ, ഇവിടെ ഒരു കുഞ്ഞു ഗാർഡൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന തോന്നണ ഗാർഡനൊക്കെ രസമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു വോളാണ് കേട്ടോ. ഇവിടെ കണ്ടോ, വലിയൊരു മാക്കാച്ചി തവളയുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു താമരക്കുളം നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു കുഞ്ഞു ഗാർഡൻ്റെ ഒരു മോഡൽ തന്നെ ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ അല്ലേ ഒരു ഐഡിയാസ്. പ്രാവുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കി. ഈ ചെടി എനിക്ക് നാട്ടിലുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു. അതുപോലെ തന്നെ ഈ ചെടിയും എനിക്ക് നാട്ടിൽ കുറേ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ കാണുമ്പോൾ എനിക്ക് എൻ്റെ വീടും ഒക്കെ ഓർമ്മ വരുന്നു. ഇത് നോക്കിയ സുഹൃത്തുക്കളെ, കാക്ടസ് ചെടികളുടെ വലിയൊരു ശേഖരം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്ത് രസമല്ലേ, നോക്കിയേ, നല്ല രസമുണ്ട്.
ഇവിടെ ഹണി കിട്ടുന്ന കേട്ടോ അദ്ദേഹം പറയുന്നത്. ഹണി ഷോപ്പ് അപ്പൊ ഹണി ഷോപ്പിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഇവിടെയും നല്ല ഭംഗിയുള്ള ചെടികളുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുരുമുളകൊക്കെയാന്ന് തോന്നുന്നു. फ्रेश हनी है? फ्रेश हनी। किधर से आते ये? किर्गिस्तान। ओके ओके। कितना है प्राइस, कितना है? प्राइस इसमें छोटा है, बड़ा है। इसका 8 दिनार। 8 दिनार। ओके। ये 9 दिनार। फ्रेश हनी ആണ് കേട്ടോ. ഹണിയുടെ കളർ, इसका कलर ये ऐसा है? हाँ, वो कलर ऐसा होगा। ओके। लाइट कलर, लाइट वो डार्क है। डार्क है। ഫ്രഷ് ഹണി കേട്ടോ. 8 ദിനാറാണ്. माउंटेन हनी। माउंटेन हनी है। आपका ये काम पसंद है? हाँ, ऑफ कोर्स, क्यों पसंद नहीं है, अच्छा पसंद है ये। चैनल शुरू, यूट्यूब चैनल? हाँ, यूट्यूब चैनल है। हाँ। नाम क्या है? जाहिद मानिक। जाहिद मालिक। जाहिद मानिक। जाहिद मानिक। ഓക്കെ ഓക്കെ. കാക്ടസ് ആട്ടോ, നല്ല ഭംഗിയുള്ള കുട്ടി കുട്ടി കാക്ടസ് ഉണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ കൂട്ടരെ? ഇതുപോലുള്ള നഴ്സറി ടൂറുകളുടെ വീഡിയോ ഞാൻ മുമ്പും ഒരു 5-6 എണ്ണം ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക. ഞാൻ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെയും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്